ബി.ജെ.പി. ബന്ധം ആരോപണത്തിൽ ഇ.പി. ജയരാജനെതിരെ CPM നടപടിക്കെന്ന സൂചന. LDF നേതൃസ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റുന്ന കാര്യം ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ ഇ.പിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ചർച്ചയ്ക്കിടെ ഇ.പി. ക്ഷുഭിതനായി. ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് അല്പ നിമിഷങ്ങൾക്കകം ചേരും. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തറും വയനാട്ടിൽ നിന്ന് ദീപക് തർമ്മടവും തത്സമയം ചേരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇ.പി. പിന്നെ കണ്ണൂരിലേക്ക് മടങ്ങി എന്ന് തന്നെയാണ്. മാത്രമല്ല ഇ.പിയും നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയും തമ്മിൽ സെക്രട്ടേറിയറ്റിൽ വാക്കേറ്റമുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു. നമുക്കൊപ്പം ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. പറയൂ ദിലീപ്, വിശദാംശങ്ങൾ. SK ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇ.പി. ജയരാജൻ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ തന്നെ വന്ന് കണ്ടിരുന്നു എന്ന ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശത്തിന് പിന്നാലെ CPM നേതൃത്വത്തെ CPM അണികളെയും ഒക്കെ ഞെട്ടിപ്പിച്ച ഒരു പരാമർശമായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ.പി. ജയരാജൻ നടത്തിയത്. അതിനു മുമ്പ് തന്നെ ചില അഭ്യൂഹങ്ങൾ ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോകും എന്ന നിലയിലൊക്കെ BJP കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണമുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇ.പി. ജയരാജൻ തള്ളിക്കളഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് വോട്ടെടുപ്പ് ദിവസം പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്ന് കണ്ടുവെന്ന ഇ.പി. ജയരാജൻ്റെ പരാമർശം വരുന്നത്. ഇത് CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ച കാര്യമാണ്. പക്ഷേ പിന്നീട് ഇക്കാര്യത്തിലൊരു വിശദ ചർച്ച മതി എന്നായിരുന്നു CPM നേതൃത്വം തീരുമാനിച്ചിരുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട സെക്രട്ടേറിയറ്റ് യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമായും ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ വാക്കേറ്റമുണ്ടാക്കി. നേരത്തെ തന്നെ ഇ.പി. ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു പോവുകയായിരുന്നു നല്ലതെന്ന് മന്ത്രി തുറന്നടിക്കുകയും ചെയ്തു. ഏതായാലും സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള ഏകദേശ ധാരണ സെക്രട്ടേറിയറ്റിലായിട്ടുണ്ട്. സംസ്ഥാന സമിതിയുടെ അംഗീകാരമാണ് ഇക്കാര്യത്തിൽ ഇനി ആവശ്യമായിട്ടുള്ളത്. ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയാണെങ്കിൽ ഉടൻ തന്നെ ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറേണ്ടി വരും. പകരം പരിഗണിക്കുന്ന പേരുകൾ A.K. ബാലൻ്റേതും T.P. രാമകൃഷ്ണൻ്റേതുമായിരുന്നു. A.K. ബാലൻ മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നതിനുള്ള വിമുഖത അദ്ദേഹം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ T.P. രാമകൃഷ്ണൻ LDF കൺവീനർ ആകുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. SKN. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.